സംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. മോഹൻലാൽ ഉൾപ്പെടെ 17-അംഗ ഭരണസമിതി രാജിവെച്ചു. ഹേമ കമ്മിറ്റി വിഷയം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ മാധ്യമങ്ങൾക്ക് തീറ്റയാണെന്ന് സുരേഷ് ഗോപിക്കെതിരെ വ്യാപക പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഫ്ളാറ്റുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും സെപ്റ്റിക് മാലിന്യ ശേഖരണത്തിന് ഉദ്യോഗസ്ഥൻ കമ്മീഷൻ വാങ്ങുന്നതായി കൌൺസിൽ യോഗത്തിൽ ആരോപണം. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ എം മോഹൻ അന്തരിച്ചു. വിട പറഞ്ഞത് 80കളിലെ മലയാളിയുടെ സൗന്ദര്യബോധത്തെ സിനിമകളിലേക്ക് പകർത്തിയ സംവിധായകൻ. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കുന്നംകുളം ആർത്താറ്റ കാറിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് പിഞ്ചു കുഞ്ഞിന് പരിക്കേറ്റു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചലച്ചിത്ര താര സംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. മോഹൻലാൽ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും രാജിവെച്ചു. ഓൺലൈനായി യോഗം ചേർന്നാണ് ഭരണസമിതി രാജിവെച്ചത്. നിലവിലെ സംഭവ വികാസങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് വ്യക്തമാക്കിയാണ് രാജിവെച്ചത്. അടുത്ത ഭരണസമിതിയെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം തിരഞ്ഞെടുക്കും. നിലവിൽ അഡ്ഹോക് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ അമ്മ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചിരുന്നു. പിന്നാലെ ഭാരവാഹിയായ നടൻ ബാബുരാജിനെതിരെയും ആരോപണമുയർന്നു. ഇതോടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഹേമ കമ്മിറ്റി പുറത്തുവന്ന് ഒരാഴ്ചയോളം അമ്മയുടെ പ്രതികരണം വൈകിയതും ലൈംഗിക പീഡനമടക്കമുള്ള പരാതികളിൽ അമ്മ നടപടിയെടുക്കാത്തതും അംഗങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ MLA മുകേഷിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒല്ലൂരിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. തുടർന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി രംഗത്ത് വരികയും മുകേഷിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നിലപാടറിയാൻ രാമനിലയത്തിലെത്തിയ മാധ്യമപ്രവർത്തകരോടാണ് സുരേഷ് ഗോപി അങ്ങേയറ്റം മോശമായ രീതിയിൽ പെരുമാറിയത്. അരമണിക്കൂറിലേറെ പ്രതികരണത്തിനായി കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിലേക്ക് എത്തിയ സുരേഷ് ഗോപിയോട് മൈക്ക് നീട്ടി ചോദ്യമുന്നയിച്ചപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനായി മീഡിയ 1 റിപ്പോർട്ടർ K. അഖിലിനെ തള്ളിമാറ്റിയത്. തുടർന്ന് അങ്ങേയറ്റം പ്രകോപിതനായി സുരേഷ് ഗോപി എൻ്റെ വഴി എൻ്റെ അവകാശം എന്നുറക്കെ പറഞ്ഞ് കാറിൽ കയറി പോവുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒല്ലൂർ വിശുദ്ധ എവിപ്രാസമ്മയുടെ കബറിടം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും. വിവാദങ്ങൾ, ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. കോടതിക്ക് ബുദ്ധിയും യുക്തിയും ഉണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പ്ലീസ്. ഇല്ലല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുക. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കണം. സർക്കാർ അത് കോടതിയിൽ കൊണ്ടുചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ, കോടതി തീരുമാനിക്കുന്നു. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്, കോടതി പറയും. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സുരേഷ് ഗോപി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് PDP തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ നഗരത്തിൽ മാർച്ച് നടത്തി. പാലസ് റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് രാമനിലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിഭാഗമായ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പട്ടാളം റോഡിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം സുലേഖ അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഫസീല ഹനീഫ്, ജില്ലാ സെക്രട്ടറി ഹൈറുന്നീസ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. കൌൺസിലിൽ പ്രമേയം അവതരിപ്പിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ സുരേഷ് ഗോപിയുടെ ചിത്രം കൌൺസിൽ ഹാളിൽ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. അദ്ദേഹത്തിനെതിരെ പോലീസ് കമ്മീഷണർ കേസെടുക്കാൻ തയ്യാറാവണം. സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാവണം. ഈ കൗൺസിൽ ആവശ്യപ്പെടുന്നു, ഐക്യകണ്ഠ്യ ആവശ്യപ്പെടുന്നു, സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാവണം. സെപ്റ്റിക് മാലിന്യത്തിന് പോലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കമ്മീഷൻ വാങ്ങുന്നുവെന്നും കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ സെപ്റ്റിക് മാലിന്യം ടെൻഡർ വിളിച്ചു നൽകുമ്പോൾ അത് എവിടെ നിക്ഷേപിക്കുന്നുവെന്ന് പോലും അന്വേഷിക്കുന്നില്ലെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ 8 വർഷക്കാലമായി എന്താണ് ചെയ്തതെന്ന് ജനങ്ങളോട് മേയർ മറുപടി പറയണം. IP പോൾ മേയറായിരുന്ന കാലത്ത് 1 കിലോ മാലിന്യം പോലും ലാലൂരിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന ധീരമായ നടപടിയെടുത്തു. 99 ലക്ഷം രൂപ മുടക്കി ശക്തനിൽ നിർമ്മിച്ച OWC പ്ലാന്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതീവ ദയനീയമാണ്. പ്ലാന്റിന് സമീപത്ത് പ്രവർത്തിക്കുന്ന താൽക്കാലിക വ്യാപാരികളെ പരാതി നൽകിയാൽ പൂട്ടിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. മാലിന്യ പ്ലാന്റുകൾ പലതും പൂട്ടി. ഭക്ഷണ മാലിന്യം സംസ്കരിക്കാൻ ഒരു സംവിധാനം പോലുമില്ല. എവിടേക്കാണ് കുടുംബശ്രീക്കാർ ഈ മാലിന്യം കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിക്കണം. കോർപ്പറേഷന്റെ അനുവാദത്തോടെ പല ഭാഗത്തും അവർ കുഴിച്ചിടുകയാണെന്നും രാജൻ പല്ലൻ ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ കോടികൾ ചെലവഴിച്ചിട്ടും കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് പരാതി നിരന്തരം ലഭിക്കുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് വാട്ടർ ബിൽ അടിച്ചു നൽകി തട്ടിപ്പ് നടത്തുന്നതായും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ABC പദ്ധതിക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, പദ്ധതിയുടെ പരാജയം മനസ്സിലാക്കി മുന്നോട്ടു പോകുമെന്ന് വിചാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ KSRTC ബസ് ഇടിച്ചു തകർത്ത ശക്തന്റെ പ്രതിമ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രതിമ തകർത്തതിൽ ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കുന്നതായും BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. കൗൺസിലർമാരായ ജോൺ ഡാനിയൽ, പൂർണിമ സുരേഷ്, രാജശ്രീ ഗോപൻ, ജയപ്രകാശ് പൂവത്തിങ്കൽ, ആൻസി ജേക്കബ്, K രാമനാഥൻ, സിന്ധു ആൻഡോ ചാക്കോള, ലാലി ജെയിംസ്, അനീസ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന തൃശൂർ സ്വരാജ് റൌണ്ട് ഉടൻ നന്നാക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. സ്വരാജ് റൌണ്ടിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃശൂർ നഗരപരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. സ്വരാജ് റൌണ്ട് തകർന്നു കിടന്നിട്ടും മേയർ കണ്ട ഭാവം നടിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോർപ്പറേഷൻ തുക മറ്റ് ആവശ്യങ്ങൾക്ക് വകമാറ്റി ചിലവഴിച്ചതുകൊണ്ടാണ് ടാർ ചെയ്യാതെ മാറ്റിവച്ചിരിക്കുന്നതെന്നും രാജൻ പല്ലൻ ആരോപിച്ചു. തകർന്നു കിടക്കുന്ന റോഡുകൾ പാച്ച് ചെയ്യുന്നതിന് സംവിധാനം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പാച്ചിംഗ് നടക്കുന്നില്ലെന്നും ജോൺ ഡാനിയേൽ പറഞ്ഞു. പക്ഷെ ആ സൈഡ് ആ ഫയൽ എടുത്ത് കളഞ്ഞുള്ളതാണ്.
കാര്യമാണ്. എന്തുകൊണ്ടാണ് ബയോ മൈനിങ്, ലെഗസി വേസ്റ്റുകൾ വേർതിരിക്കുന്ന ഖനനം ചെയ്യുന്ന ബയോ മൈനിങ് എന്തുകൊണ്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത്? സമയബന്ധിതമായി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എം മോഹൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പിൽ മടത്തിൽ വീട്ടിൽ പരേതരായ നാരായണൻ നായരുടെയും അമ്മുക്കുട്ടിയമ്മയുടെയും മകനാണ്. കഴിഞ്ഞ 30 വർഷമായി എറണാകുളം കസ്തൂർബ നഗറിലാണ് താമസം. ഇന്നസെന്റിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിലാണ് മോഹൻ അവസാനമായി പങ്കെടുത്തത്. വിട പറയും മുൻപേ ശാലിനി എന്റെ കൂട്ടുകാരി, ഇസബല്ല, മംഗളം നേരുന്നു, അങ്ങനെ ഒരു അവധിക്കാലത്ത്, രചന, ആലോലം, പക്ഷേ തുടങ്ങി 25ഓളം ചിത്രങ്ങളുടെ സംവിധായകനാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബുവിനെ സിനിമയിലെത്തിച്ചത് മോഹനായിരുന്നു. പ്രശസ്ത കുച്ചിപ്പുടി നർത്തകി അനുപമയാണ് ഭാര്യ. സംസ്കാരം ബുധനാഴ്ച നടക്കും. മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച 2 വനിതകൾക്കെതിരെ നടൻ ഇടവേള ബാബു പരാതി നൽകി. സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാർ നിയോഗിച്ച പുതിയ അന്വേഷണ സംഘത്തിനുമാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ജുബിദ, മിനു മുനീർ എന്നിവർ ആരോപണമുന്നയിച്ചത്. നിയമോപദേശം തേടിയതിനു ശേഷം തുടർ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇടവേള ബാബു അറിയിച്ചു. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഈറോഡ് സ്വദേശി 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ കൊണ്ട് ലോറിയും ബസും മാറ്റിയാണ് വാഹന ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. കുന്നംകുളം ആർത്താറ്റ് കാറിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് പിഞ്ചുകുഞ്ഞിന് പരിക്കേറ്റു. തിരുവല്ല സ്വദേശി 1 വയസ്സുകാരൻ അർഷിനാണ് പരിക്കേറ്റത്. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരുവല്ലയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുവായൂർ പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദീപാസ് ബസ് കാറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായും ബസിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട വൈക്കോൽ കയറ്റിയ മിനി ലോറിക്ക് പുറകിൽ ടോറസ് ലോറിയിടിച്ച് അപകടം. കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാത ചാലക്കുടി ഭാഗത്ത് 3 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ടോറസ് ലോറിയുടെ ഓയിൽ ചോർന്ന് റോഡിലേക്ക് പരന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ടോറസ് ലോറി ദേശീയപാതയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത്. അപകടത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുതി തൂൺ ഒടിഞ്ഞതോടെ മേഖലയിൽ വൈദ്യുതി കേബിൾ ബന്ധവും താറുമാറായി. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്തത്. മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട മിനി ലോറിയിൽ ടോറസ് ഇടിച്ചതുൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് ദേശീയപാതയോരത്തെ അനധികൃത വാഹന പാർക്കിംഗ്. ഇത് സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നിട്ടും ടോൾ പ്ലാസ അധികൃതരും പോലീസും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പാലിയേക്കര ടോൾ പ്ലാസ, മണലിപ്പാലം പരിസരങ്ങളിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ദീർഘദൂര വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പൊതുഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതുക്കാട് MLAയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സദസ്സിലും ഇതു സംബന്ധിച്ച് നിർദ്ദേശമുണ്ടായിരുന്നു. ദേശീയപാതയിൽ പുതുക്കാട് മുതൽ പാലിയേക്കര വരെയുള്ള ഭാഗങ്ങളിൽ അനധികൃത പാർക്കിംഗ് പതിവാണ്. സർവീസ് റോഡിന്റെ പകുതിയിലേറെ ഭാഗം കയ്യേറിയാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത്. പുതുക്കാട് സെന്റർ മുതൽ പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് വരെ വലിയ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിർത്തിയിടുന്നത് മൂലം സർവീസ് റോഡിൽ വാഹനയാത്ര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ട ലോറി മറികടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബഹുചക്ര ഭാരവാഹനങ്ങൾ നിരനിരയായി നിർത്തിയിടുന്നതും പതിവാണ്. ദേശീയപാതയിൽ യു-ടേൺ തിരിയുന്ന വാഹനങ്ങൾക്ക് ഇത് വലിയ തടസ്സമാണുണ്ടാക്കുന്നത്. ദൂരയാത്ര ചെയ്തെത്തുന്ന വാഹനങ്ങളിലെ തൊഴിലാളികൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുൾപ്പെടെ ടോൾ പ്ലാസയ്ക്ക് സമീപം വാഹനം നിർത്തിയിട്ടാണ് പോകുന്നത്.
ഇതുമൂലം സർവീസ് റോഡിലെ തടസ്സം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതും സ്ഥിരമാണ്. എന്നാൽ പ്രത്യേക സംവിധാനമൊരുക്കാൻ സൗകര്യമില്ലാത്തിടത്തോളം വാഹനങ്ങൾ വഴിയരികിൽ നിർത്തിയിടുന്നത് നിയന്ത്രിക്കാനാകാത്ത അവസ്ഥയാണ്. TCV പുതുക്കാട്. തൃശൂർ കോർപ്പറേഷന്റെ കുരിയച്ചിറയിലെ അറവുശാലയും അനുബന്ധ സ്ഥാപനങ്ങളും നാട്ടുകാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നതെന്ന് ഡെപ്യൂട്ടി മേയർ ML റോസി. കുരിയച്ചിറ യുണൈറ്റഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ നടത്തിയ സൌജന്യ കുടിവെള്ള പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അനുയോജ്യമായ സ്ഥലമില്ലാത്തതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണമെന്നും അവർ പറഞ്ഞു. അറവുശാല, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ശ്മശാനം, മൃഗങ്ങളെ മറവ് ചെയ്യൽ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ ജലസ്രോതസ്സുകൾ മലിനമായെന്ന ആശങ്കയിലാണ് കുട കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്കായി സൌജന്യ കുടിവെള്ള പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 300ഓളം സാമ്പിളുകൾ പരിശോധിച്ചു. സംഘടനാ പ്രസിഡന്റ് TT ജോസ് അധ്യക്ഷനായി. സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് വടക്കൂട്ട്, ഫാദർ ഡെന്നി തലോക്കാരൻ, കോർപ്പറേഷൻ കൌൺസിലർമാരായ സിന്ധു ആൻഡോ ചാക്കോള, ആൻസി ജേക്കബ്, ലീല വർഗീസ്, നിമ്മി റപ്പായ്, സംഘടനാ ജനറൽ സെക്രട്ടറി ഐജോ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കളെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ജെറുസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ CS ജോയൽ, പുതിരപ്പറമ്പിൽ വീട്ടിൽ അഭിഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സനൽ, സജിത്, സുമേഷ്, ഗോപീഷ്, ജിത്തു തുടങ്ങി കണ്ടാലറിയാവുന്ന 10ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ അഭിഷിത്ത് പറഞ്ഞു. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന തങ്ങളെ ജെറുസലേം സെന്ററിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. മർദ്ദനത്തിൽ ജോയലിന്റെ താടിയെല്ലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. വണ്ടി മേട്ടിയാൾ വീണു. സുമേഷിനെ കീഴു ആൾ വീണായിട്ട് സണ്ണില് സൈറ്റ് ഞങ്ങളെ രണ്ടാളിന് മാറി മാറി ഇടിക്കുക. കൈയിട്ട് കല്ലുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ആളനെ തല്ലി വിടുന്നു. അവനെ ചോരയൊക്കെ ആയപ്പോൾ ആൾക്കാർ കൂടിയപ്പോൾ ഞങ്ങളതിനെ വണ്ടി മേറ്റിട്ട് പറഞ്ഞപ്പോൾ നേരെ ഇത് കുട്ടൻ്റെ ഇടിക്കുക. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വന്നിട്ട് നേരെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. പുലിക്കളിയെ ദേശീയ ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. നിലവിൽ വൻ സാമ്പത്തിക ബാധ്യത വരുന്ന പുലിക്കളിയുടെ നിലനിൽപ്പിനായി കേന്ദ്ര ധനസഹായം അനുവദിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുലിക്കളിക്ക് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ധനസഹായം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനു പുറമെ തന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായം ഈ വർഷവും പുലിക്കളി സംഘങ്ങൾക്ക് നൽകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. AK സുരേഷ്, K കേശവദാസ്, ജിതിൻ ജോസഫ്, രഘു PV, അരുൺ MS, സുരേഷ് OG, രാജീവ് P, നിഖിൽ സതീശൻ എന്നിവർ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്തിൽ 19 കേസുകൾ പരിഹരിച്ചു. ആകെ 61 കേസുകളാണ് കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്നത്. 5 കേസുകളിൽ പോലീസ് റിപ്പോർട്ടും 3 കേസുകളിൽ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടും തേടി. 27 കേസുകൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന തൃശൂർ ടൗൺഹാളിൽ നടന്ന അദാലത്തിൽ അഭിഭാഷകരായ TS സജിത, S ഇന്ദു മേനോൻ, കൌൺസിലർ മാല രമണൻ, വനിതാ സെൽ ഓഫീസർ മിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഷീ ലോഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസമായിട്ടും പ്രവർത്തന സജ്ജമായില്ല. കെട്ടിടത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതാണ് ലോഡ്ജിന്റെ പ്രവർത്തനം വൈകാൻ കാരണം. അയ്യങ്കാവ് മൈതാനത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി 2.20 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഷീ ലോഡ്ജ് ഫെബ്രുവരി 19 മന്ത്രി R ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. UDF ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രവർത്തന സജ്ജമാക്കുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തുന്നതിന് എതിർത്തിരുന്നു. അപാകതകൾ പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയായി കെട്ടിടം നമ്പർ കിട്ടിയതിന് ശേഷം മാത്രം ഉദ്ഘാടനം മതിയെന്ന നിലപാടിലായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ. എന്നാൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിലാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതെന്നായിരുന്നു UDF പറഞ്ഞിരുന്നത്. ഷീ ലോഡ്ജിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കി എഞ്ചിനീയറിംഗ് വിഭാഗം, ഫയൽ, റവന്യൂ വിഭാഗത്തിന് നൽകിയാലേ നമ്പർ ഇട്ട് നൽകാൻ കഴിയൂ. അതേസമയം ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ കരാറുകാരൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നും അഗ്നിസുരക്ഷാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക മാത്രമാണ് ശേഷിക്കുന്നതെന്നും എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു. മതിയായ പാർക്കിംഗ് സ്ഥലമില്ലാതെയും തോടുപുറമ്പോക്ക് കയ്യേറിയുമാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന ആരോപണം ഷീ ലോഡ്ജിനെതിരെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വികസനത്തിനെതിരെ നിൽക്കുന്നവരാണെന്നാണ് നഗരസഭാ ഭരണസമിതിയുടെ നിലപാട്. ഷീ ലോഡ്ജ് പ്രവർത്തന സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബൈലോ
കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് അംഗീകരിച്ചത്. എന്നാൽ നടപടികളെല്ലാം പൂർത്തിയായി ലോഡ്ജ് പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കുന്നംകുളം നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. തൃശൂർ പട്ടാമ്പി റോഡിൽ തകർന്നു വീഴാറായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് പകരം കെട്ടിടം പൊളിക്കാതിരിക്കാൻ ഉടമകൾക്ക് കോടതിയിൽ നിന്നും സ്റ്റേ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ നഗരസഭ ആസൂത്രണം ചെയ്ത് നൽകിയെന്നും ഇതിന് പിന്നിൽ അഴിമതി നടന്നതായും ആരോപിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം വച്ചത്. അതേസമയം കോൺഗ്രസ് അംഗങ്ങളുടെ അഴിമതി ആരോപണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ നിഷേധിച്ചു. നഗരസഭയിലെ ഭരണകക്ഷി അംഗങ്ങൾ യാതൊരുവിധ അഴിമതിക്കും കൂട്ടുനിൽക്കുന്നവരല്ലെന്നും അഴിമതിക്കെതിരായ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നവരാണെന്നും സോമശേഖരൻ പറഞ്ഞു. കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാതെ കാലതാമസം വരുത്തി ഉടമയ്ക്ക് അനുകൂലമായി അഴിമതി നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് ബഹളം വയ്ക്കുകയും കൌൺസിൽ ക്ലർക്കിൽ നിന്നും അജണ്ടകൾ വാങ്ങി വലിച്ചെറിയുകയും ചെയ്തു. ബഹളത്തെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് ആറാട്ടുപുഴ കലാപ്രവാഹിനിയുടെ സ്നേഹാദരം സമർപ്പിച്ചു. മേളകുലപതി പെരുവനംകുട്ടൻ മാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് M. മനോജ് അധ്യക്ഷനായി. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഫലകവും നടൻ ജയരാജ് വാര്യർ പ്രശസ്തി പത്രവും സമർപ്പിച്ചു. ചെറുകഥാകൃത്ത് KV അഷ്ടമൂർത്തി പൊന്നാട അണിയിച്ചു. സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ, കഥാകൃത്ത് PK ഭരതൻ മാസ്റ്റർ, വല്ലച്ചിറ പഞ്ചായത്ത് അംഗം K. രവീന്ദ്രനാഥ്, പെരുവനം സതീശൻ മാരാർ, കലാപ്രവാഹിനി പ്രസിഡന്റ് K. ഹരിനാരായണൻ, സെക്രട്ടറി KK വേണുഗോപാൽ, ട്രഷറർ K. വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഇതോടൊപ്പം തന്നെ ഒരു പ്രശസ്തി പത്രം കൂടിയുണ്ട്. അത് വായിച്ച് അവതരിപ്പിക്കാൻ ശ്രീ ജയരാജ് പിന്നീട് ഈ വേദിയിലേക്ക് എത്തും. ഇപ്പോൾ പുതുക്കാടിൻ്റെ പൊതുമണ്ഡലത്തിൽ സജീവ ഒല്ലൂർ വിശുദ്ധ എവുപ്രാസമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ കേന്ദ്രമന്ത്രിയെ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ, സിസ്റ്റർ ലിസി ജോൺ, ലിസ്റ്റോ, സിസ്റ്റർ ശുഭ ചാക്കോ, ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിശുദ്ധ എവുപ്രാസമ്മയുടെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം മഠത്തിലെ മ്യൂസിയത്തിൽ സന്ദർശനം നടത്തുകയും വിശുദ്ധ എവുപ്രാസമ്മയെക്കുറിച്ചുള്ള തന്റെ ഡോക്യുമെന്ററിയും കണ്ട ശേഷമാണ് സുരേഷ് ഗോപി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് മടങ്ങിയത്. സംസ്ഥാന ജില്ലാ ബധിര സ്പോർട്സ് കൌൺസിലുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ വനിതാ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ തൃശൂർ ഉൾപ്പെട്ട കേരള സോൺ സൌത്ത് സോണിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. ആലപ്പുഴയുടെ B. രമ്യ ടൂർണമെന്റിലെ താരമായും തൃശൂരിന്റെ G. ഐശ്വര്യ മികച്ച ഓൾറൌണ്ടറായും തെരഞ്ഞെടുക്കപ്പെട്ടു. നവംബറിൽ പഞ്ചാബിൽ നടക്കുന്ന ദേശീയ ബധിര വനിതാ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള ടീമിനെയും ടൂർണമെന്റിലൂടെ തെരഞ്ഞെടുത്തു. കേരള സ്പോർട്സ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജോവൻ ഇ ജോയ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ദേശീയ സംസ്ഥാന ബധിര ക്രിക്കറ്റ് ടെക്നിക്കൽ ഡയറക്ടർമാരായ അബ്ദുൾ റഷീദ്, P. പ്രശാന്ത്, P. ഹഷീം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം തൃശൂർ റോഡിലെ സെൻട്രൽ പ്ലാസ കെട്ടിടത്തിൽ അഗ്നിബാധ. കെട്ടിടത്തിൽ സ്ഥാപിച്ച ഇലക്ട്രിക് മോട്ടോറിന്റെ സ്വിച്ച് ബോർഡിന് തീപിടിച്ചാണ് പുക ഉയർന്നത്. കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ വിജയ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തീകെടുത്തി. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പവിത്രൻ, ഗോഡ്സൺ, ആൽബർട്ട്, സനിൽ, ഹോംഗാർഡ് ജോസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മാടവന PSN കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നുമാണ് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷണം പോയത്. സ്വിച്ച് ബോർഡുകളിൽ നിന്നും മറ്റും ഇലക്ട്രിക് വയറുകൾ വലിച്ചെടുത്ത് കൊണ്ടുപോയ നിലയിലാണ്. വീട്ടുടമ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം മാടവന പ്രദേശത്ത് 2 വീടുകളിൽ നിന്നും സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ബുധനാഴ്ച നടക്കും. രാവിലെ 9:35 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ്. പുത്തരി പായസം തയ്യാറാക്കുന്നതിന് 2,88,000 രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണസമിതി അംഗീകരിച്ചു. 1200 ലിറ്റർ പുത്തരി പായസമാണ് തയ്യാറാക്കുന്നത്. 1 ലിറ്ററിന് 240 രൂപയാണ് വഴിപാട് നിരക്ക്. മിനിമം 1/4 ലിറ്റർ പായസത്തിന് 60 രൂപയാണ്. ഒരാൾക്ക് പരമാവധി 2 ടിക്കറ്റ് അനുവദിക്കും. പുത്തരി പായസം കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിന് 2200 കദളിപ്പഴവും 22 കിലോ നെയ്യും ഉപയോഗിക്കും. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3211 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചലച്ചിത്ര താരസംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. മോഹൻലാൽ ഉൾപ്പെടെ 17 അംഗ ഭരണസമിതി രാജിവെച്ചു. ഹേമ കമ്മിറ്റി വിഷയം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ മാധ്യമങ്ങൾക്ക് തീറ്റയാണെന്ന് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്കെതിരെ വ്യാപക പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഫ്ളാറ്റുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും സെപ്റ്റിക് മാലിന്യ ശേഖരണത്തിന് ഉദ്യോഗസ്ഥൻ കമ്മീഷൻ വാങ്ങുന്നതായി കൌൺസിൽ യോഗത്തിൽ ആരോപണം. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ M. മോഹൻ അന്തരിച്ചു. വിട പറഞ്ഞത് 80കളിലെ മലയാളിയുടെ സൗന്ദര്യബോധത്തെ സിനിമകളിലേക്ക് പകർത്തിയ സംവിധായകൻ. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കുന്നംകുളം ആർത്താറ്റ് കാറിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് പിഞ്ചുകുഞ്ഞിന് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.